തിരുവനന്തപുരം സ്വദേശി തലവനായ വൻ കഞ്ചാവ് സിൻഡിക്കേറ്റ് തകർത്ത് ഒഡീഷ പോലീസ്. പിടിയിലായ അലൻ രാജ് ദക്ഷിണ കേരളത്തിൽ കഞ്ചാവ് എത്തിക്കുന്നവരിൽ പ്രധാനി. 300 കോടിയുടെ ഹെറോയിനും കഞ്ചാവും കണ്ടെടുത്തു. കോരാപ്പൂർ ജില്ലാ പോലീസാണ് ഈ വലിയ ഓപ്പറേഷനുള്ള ഒരു പദ്ധതി ഒരുക്കിയത്. അതിനുശേഷം അവർക്കറിയാമായിരുന്നു ഈ വനത്തിലേക്ക്, ഈ മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവർക്ക് വിവരം ലഭിക്കുമെന്നുള്ളത്. അതുകൊണ്ട് വളരെ അതീവ രഹസ്യമായിട്ടുള്ള ഓപ്പറേഷൻ ആയിരുന്നു. എന്നിട്ട് പോലും ഈ അലനും സംഘവും പോലീസിന്റെ സാന്നിധ്യം മണത്തറിഞ്ഞ് ഈ ഘോര വനത്തിനുള്ളിലേക്ക് കടന്നു കളയുകയായിരുന്നു. പിന്നീട് ഇവരെ കണ്ടെത്താൻ വേണ്ടി വലിയ തെരച്ചിൽ, ഏതാണ്ട് 30 മണിക്കൂർ നീണ്ട തെരച്ചിൽ ഈ പോലീസ് സംഘത്തിന് വേണ്ടി വന്നു. അതിൽ ആ കോമ്പിംഗ് ഓപ്പറേഷനിൽ അവര് ഫെറി ഉപയോഗിച്ചു. അതിനൊപ്പം തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ച്, അതായത് തെർമൽ സർവൈലൻസ് ഉള്ള ഡ്രോണുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവരെ വനത്തിൽ നിന്ന് കണ്ടെത്തിയത്. ഇവർ പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 200-300 കിലോയൊക്കെ കഞ്ചാവുമായിട്ട് വരുന്ന യുവാക്കളെയൊക്കെ എക്സൈസ് പിടിക്കും, പോലീസ് പിടിക്കും. പക്ഷേ ഇത് ആരാണ് കയറ്റുവിടുന്നത് എന്നുള്ളത്, അവിടെ അതിന്റെ യഥാർത്ഥ ഉറവിടത്തിൽ പോയി എന്താണ് പിടിക്കാത്തത് എന്നതുള്ള ഒരു ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിനാണ് ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ അലനെ പോലെയുള്ള ആൾക്കാർ ഈ കൊടും വനത്തിൽ ഇരുന്നു കൊണ്ട് കഞ്ചാവ് കൃഷി നടത്തുകയും അത് വാറ്റി ഹാഷിഷോയിലാക്കുകയും അങ്ങനെയൊക്കെ അത് പുറത്തേക്ക് അവരുടെ നെറ്റ്വർക്കിലുള്ള ചെറുപ്പക്കാരെ ഉപയോഗിച്ചുകൊണ്ടാണ് കടത്തുന്നത്. അപ്പോൾ ഇവരെ ഈ ഘോരവനത്തിൽ കയറി പിടിക്കാനുള്ള അവർക്ക് അതിനൊരു നെക്സൽ കവറേജ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് അത്തരം ഓപ്പറേഷൻസ് നടക്കാതിരുന്നത്. നമ്മുടെ പോലീസിനൊന്നും അങ്ങനെ ആന്ധ്രയിലും ഒഡീഷയിലൊക്കെ പോയി വനത്തിൽ നിന്ന് ഇവരെ പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവർ വലിയ കഞ്ചാവ് സിൻഡിക്കേറ്റ് ആയിട്ടൊക്കെ വളർന്ന് പന്തലിച്ചു നിൽക്കുന്നത്. ഈ അലൻ പിടിയിലായതോടെ കേരളത്തിലെ തെക്കൻ ജില്ലകളിലേക്കുള്ള കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലേക്കൊക്കെയുള്ള കഞ്ചാവ് കടത്ത് തൽക്കാലം അവസാനിക്കുമെന്നാണ് എക്സൈസും ഒക്കെ കരുതുന്നത്.